ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പീക്ക് ടൈം ലേണേഴ്സ്. ഈ വീഡിയോയിൽ ബിറ്റ് സ്ട്രിങ് ഓപ്പറേഷൻസ് ആണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഓൾറെഡി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ബിറ്റ് സ്ട്രിങ്ങിലുള്ള ബേസിക്സ്, അതിൻ്റെ കോൺസെപ്റ്റ്സ് എല്ലാം ഉണ്ട്. ഇതിൽ കോഡ് മാത്രമാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്, കോഡ് വിത്ത് ഹൗ ഇറ്റ് വർക്ക്സ്. അപ്പോൾ ബിറ്റ് സ്ട്രിങ് ഇതിൽ നമ്മൾ ഒരു യൂണിവേഴ്സൽ സെറ്റ് ആദ്യം ഇൻപുട്ട് കൊടുക്കും, എന്നിട്ട് 2 ബിറ്റ് സ്ട്രിങ്സ് ആഡ് ആക്കി കൊടുക്കും. ബിറ്റ് സ്ട്രിങ് ഇസ് നത്തിങ്, ഒരു യൂണിവേഴ്സൽ സെറ്റ് നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ താഴെയുള്ള 2 സബ്സെറ്റ്സ് ആണ് കൊടുക്കുന്നത്. അത് നോർമൽ എലമെൻറ്റ്സ് ആയിട്ട് കൊടുക്കത്തില്ല. നമ്മൾ കൊടുക്കുന്ന ആ സെക്കൻഡ് സബ്സെറ്റില്ലേ, അതിലുള്ള എലമെൻറ്റ്സ് യൂണിവേഴ്സൽ സെറ്റിലുണ്ടെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് പൊസിഷനിൽ 1 ഇടും. അത് ഇല്ലാത്ത എലമെൻറ്റ്സ് ആണെങ്കിൽ ബാക്കി എല്ലാ പൊസിഷനിലും 0 ഇടും. ഫോർ എക്സാമ്പിൾ ഒരെണ്ണം ഇതിൽ കാണിച്ചു തരാം. ഇപ്പോൾ ഇതാണ് എൻ്റെ യൂണിവേഴ്സൽ സെറ്റ്. പിന്നെ സെറ്റ് 1 എന്ന് പറയുന്നത് 2 1 3 ആണ്. ആൻഡ് സെറ്റ് 2 എന്ന് പറയുന്നത് 4 and 5. ഇതാണ് സെറ്റ് 2. ഇപ്പോൾ നമ്മൾ ഈ ഒരു യൂണിവേഴ്സൽ സെറ്റ് മാത്രമാണ് സെറ്റ് ഫോർമാറ്റിൽ ഡയറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുന്നത്. ഈ 2 സബ്സെറ്റും 0s and 1 ഫോർമാറ്റിലായിരിക്കും എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഫസ്റ്റ് സെറ്റ് ഇത് ബിറ്റ് സ്ട്രിങ് ആയിട്ട് നമ്മൾ കൊടുക്കുമ്പോൾ ആദ്യം യൂണിവേഴ്സൽ സെറ്റ് നോക്കും. യൂണിവേഴ്സൽ സെറ്റിൽ 1 ഉണ്ട്, ബട്ട് നമ്മളുടെ ഈ സബ്സെറ്റിൽ 1 ഇല്ല. അപ്പോൾ ആ പൊസിഷനിൽ 0 കൊടുക്കണം. ദെൻ യൂണിവേഴ്സൽ സെറ്റിൽ അടുത്ത എലമെൻറ്റ് 2 ആണ്. നമ്മളുടെ സെറ്റിലും 2 ഉണ്ട്, അപ്പോൾ ആ പ്ലേസിൽ 1 ഇടണം. ദെൻ യൂണിവേഴ്സൽ സെറ്റിൽ 3 ഉണ്ട്, നമ്മളുടെ സെറ്റിൽ 3 ഉണ്ട്, 1 ഇടണം. ദെൻ യൂണിവേഴ്സൽ സെറ്റിൽ 4 ഉണ്ട്, നമ്മളുടെ ഇതിലില്ല, 0. 5 ഉണ്ട്, നമ്മളുടെ സെറ്റിലില്ല, 0. ഇതേപോലെ സെക്കൻഡ് സെറ്റിനും ബിറ്റ് സ്ട്രിങ് ആയിട്ട് മാറ്റണം. സെക്കൻഡ് സെറ്റിൽ 1 ഇല്ല, 2 ഇല്ല, 3 ഇല്ല, 4 and 5 ഉണ്ട്. അപ്പോൾ ഇതായിരിക്കും സെറ്റ് 1 and സെറ്റ് 2യുടെ ബിറ്റ് സ്ട്രിങ്സ്. അപ്പോൾ നമ്മൾ ഒരു യൂണിവേഴ്സൽ സെറ്റ് ഡയറക്റ്റ് സെറ്റായിട്ട് തന്നെ എടുക്കും, ബാക്കി 2 ബിറ്റ് സ്ട്രിങ് ആയിട്ട് എടുക്കും. ഇനി ഈ ബിറ്റ് സ്ട്രിങ് വെച്ചിട്ടാണ് നമ്മൾ യൂണിയൻ, പിന്നെ ഇൻ്റർസെക്ഷൻ, ഡിഫറൻസ് എല്ലാ ഓപ്പറേഷൻസും പെർഫോം ചെയ്തിട്ട് ഇതിൻ്റെ റിസൾട്ട് നമ്മൾ ഈ സെറ്റിലെ ഈ ഒരു ഫോർമാറ്റിൽ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കും. ഇതാണ് സെറ്റ് ഓപ്പറേഷൻസ്. ഇത് ഏറ്റവും ഈസിയായ ഒരു വേയിൽ ഇപ്പോൾ പറയാം. ഫസ്റ്റ് മെയിൻ ഫംഗ്ഷൻ തൊട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. മെയിൻ ഫംഗ്ഷനിൽ ആദ്യം നമുക്ക് ആവശ്യമുള്ള ഡീറ്റെയിൽസ് എല്ലാം ഡിക്ലെയർ ചെയ്യണം. അപ്പോൾ എനിക്ക് യൂണിവേഴ്സൽ സെറ്റിൻ്റെ ലെന്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് L കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇറ്ററേഷന് വേണ്ടിയിട്ട് I കൊടുത്തു. ദെൻ ഒരു വേരിയബിൾ ഫ്ലാഗ് 0 ആയിട്ട് സെറ്റ് ചെയ്തു. ദെൻ N കൊടുത്തിട്ടുണ്ട്. N ഡേറ്റ ഇൻപുട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് കൊടുത്തത്. അപ്പോൾ ആദ്യം തന്നെ സെറ്റിൻ്റെ ലെന്ത് ഇൻപുട്ട് എടുക്കാം. എൻ്റർ ദ ലെന്ത് ഓഫ് ദ സെറ്റ്. അത് യൂണിവേഴ്സൽ സെറ്റിൻ്റെ ലെന്താണ്. ദെൻ അതിനെ ഇൻപുട്ട് എടുത്തു, അതിനെ L സ്റ്റോർ ചെയ്തു. സ്കാൻഫ് %d, %L. ഇനി അത് കഴിഞ്ഞിട്ട് ഈ L സൈസ് വെച്ചിട്ടുള്ള ഒരു സെറ്റാണ് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത്. സെറ്റ് എന്ന് പറയുന്നത് ഒരു അറയാണ്. സെറ്റിനെ അറയായിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ L സൈസുള്ള ഒരു സെറ്റ് നമ്മൾ ഒരു അറേ, അതിൻ്റെ പേര് സെറ്റാക്കി കൊടുത്തു, ഇൻ്റെ സെറ്റ് ഓഫ് L. ഇനി ഈ സെറ്റിന് ആവശ്യമുള്ള എലമെൻറ്റ്സ് ഇൻപുട്ട് എടുക്കുകയാണ്. ഇത് നമ്മൾ അറേ ആയതുകൊണ്ട് ഫോർ ലൂപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇൻപുട്ട് എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ പ്രിൻ്റ് ഓഫ് എൻ്റർ ദ എലമെൻറ്റ്സ് ഓഫ് ദി സെറ്റ്. അത് കഴിഞ്ഞിട്ട് ഫോർ ലൂപ്പ് വെച്ച് ഫോർ I = 0, I <n L, I++, സ്കാൻ ഓഫ് %d, %n. ഇപ്പോൾ നമ്മൾ ഇൻപുട്ട് എടുക്കുകയാണ്. ith പൊസിഷനിലുള്ള എലമെൻറ്റ് ഇൻപുട്ട് എടുക്കുന്നു. നമുക്കറിയാം സെറ്റിൽ ഡ്യൂപ്ലിക്കേറ്റ് എലമെൻറ്റ്സ് പാടില്ല. ഓക്കെ, സെറ്റിനും അറേക്കുള്ള ഡിഫറൻസ് ഇതാണ്. അറേയിൽ ഡ്യൂപ്ലിക്കേറ്റ് എലമെൻറ്റ്സ് ഒക്കെ സ്റ്റോർ ചെയ്യാം, ബട്ട് സെറ്റിൽ ഡ്യൂപ്ലിക്കേറ്റ് എലമെൻറ്റ്സ് സ്റ്റോർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇൻപുട്ട് എടുത്ത ആ ഒരു എലമെൻറ്റ് ഓൾറെഡി സെറ്റിൽ ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നു. അപ്പോൾ അതിന് നമ്മൾ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഫംഗ്ഷനാണ് യൂസ് ചെയ്യുന്നത്. ഓൾറെഡി ഇതിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഫ്ലാഗ് = ഡ്യൂപ്ലിക്കേറ്റ് ഓഫ് ആ ഫംഗ്ഷനിൽ നമ്മൾ ഇൻപുട്ട് എടുത്ത ആ ഒരു സെറ്റിനെയും സെറ്റിൻ്റെ ലെങ്ത്തിനെയും പിന്നെ ഇപ്പോൾ നമ്മൾ ഇൻപുട്ട് എടുത്ത ആ ഒരു വേരിയബിൾ എന്നിനെയും പാസ് ചെയ്യുന്നുണ്ട്. ഇതാണ് ആ ഡ്യൂപ്ലിക്കേറ്റിൻ്റെ ഫംഗ്ഷൻ. ഈ ഫംഗ്ഷൻ ഒരു വാല്യൂ റിട്ടേൺ ചെയ്യും. അതിനെ നമ്മൾ ഈ മെയിൻ ഫംഗ്ഷനിൽ ഫ്ലാഗിൽ സ്റ്റോർ ചെയ്യുന്നു. അതാണ് ഫ്ലാഗ് = ഡ്യൂപ്ലിക്കേറ്റ് ഓഫ് സെറ്റ് L, N. ഇനി ഈ ഡ്യൂപ്ലിക്കേറ്റ് ഫംഗ്ഷനിൽ ഇൻറ്റ് ഡ്യൂപ്ലിക്കേറ്റ് ആൻഡ് ഫംഗ്ഷൻ ഡെഫിനേഷൻ ആണ്. സോ ഇതിൽ പാസ് ചെയ്യുന്ന പാരാമീറ്റേഴ്സ് എല്ലാം നമ്മൾ അതിൻ്റെ ഡേറ്റ ടൈപ്സ് വെച്ചിട്ട് എഴുതണം. ഇൻറ്റ് ഡ്യൂപ്ലിക്കേറ്റ് ഓഫ് ഇൻറ്റ് സെറ്റ്, ഇൻറ്റ് സൈസ്, ഇൻറ്റ് N. ദെൻ അത് കഴിഞ്ഞിട്ട് ഇവിടെ F = 0 എന്ന് കൊടുത്തിട്ടുണ്ട്. ദെൻ ലൂപ്പ് വെച്ചിട്ടാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഫോർ I = 0, I <n size, I++, ഫോർ ഇൻറ്റ് I = 0. ദെൻ ഫോർ ലൂപ്പ് ഓപ്പൺ ചെയ്തിട്ട് ആദ്യമേ കണ്ടീഷനാണ് ചെക്ക് ചെയ്യുന്നത്. ഇഫ് സെറ്റ് ഓഫ് I = N. നമ്മൾ ഈ ഫോർ ലൂപ്പിൽ I വാല്യൂ 0 തൊട്ട്
ഐ മൈനസ് സൈസ് മീൻസ് ആ സെറ്റിൻ്റെ സൈസ് നമ്മളിവിടെ എല്ലാണ് പാസ് ചെയ്യുന്നത്. അപ്പോൾ ഐ ലെസ് ദാൻ സൈസ് വരെ പോവും. അങ്ങനെ പോകുമ്പോൾ സെറ്റ് ഓഫ് ഐ ഈക്വൽ ടു എൻ ആണോ എന്ന് ചെക്ക് ചെയ്യും. അപ്പോൾ ഫസ്റ്റ് ഐ വാല്യൂ 0 ആകുമ്പോൾ ഈ സെറ്റിൽ 0th പൊസിഷനിലുള്ള എലമെൻറ്റും ഈ എന്നും ഈക്വൽ ആണോ എന്ന് നോക്കും. അടുത്ത ലൂപ്പ് കഴിയുമ്പോൾ ഐ വാല്യൂ 1 ആയിട്ട് മാറും. അപ്പോൾ ഈ നമ്മളിപ്പോൾ എൻ്റർ ചെയ്യുന്ന ആ എലമെൻറ്റും സെറ്റിൽ ഫസ്റ്റ് പൊസിഷനിലുള്ള എലമെൻറ്റും ഈക്വൽ ആണോ എന്ന് നോക്കും. അങ്ങനെ ഐ ലെസ് ദാൻ സൈസ് വരെ ഇങ്ങനെ ചെക്ക് ചെയ്യും. അങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ ഇത് രണ്ടും ഓൾറെഡി സെറ്റിലുള്ള ഒരു എലമെൻറ്റും നമ്മളിപ്പോൾ ഇൻപുട്ട് കൊടുത്ത ആ ഒരു എലമെൻറ്റും സെയിം ആണെങ്കിൽ നമ്മൾ ഇവിടെ പ്രിൻറ്റ് ചെയ്യുന്നു. പ്രിൻ്റ് ഓഫ് %t is already present in set, enter another element, n ഇങ്ങനെ പറഞ്ഞിട്ട് പ്രിൻ്റ് ചെയ്യുന്നു. പ്രിൻ്റ് ചെയ്തിട്ട് ഫ്ലാഗിൻ്റെ വാല്യൂ 1 ആക്കി സെറ്റ് ചെയ്യുന്നുണ്ട്. ഫ്ലാഗല്ല, എഫിൻ്റെ വാല്യൂ 1 ആക്കി ബ്രേക്ക് എടുത്തു. പിന്നെ ഈ എഫ് ആണ് നമ്മൾ റിട്ടേൺ ചെയ്യുന്നത്. അപ്പോൾ എയ്തർ എഫിൻ്റെ വാല്യൂ 0 ആയിരിക്കും അല്ലെങ്കിൽ 1 ആയിരിക്കും. ബിക്കോസ് സ്റ്റാർട്ടിങ് തന്നെ എഫിനെ നമ്മൾ 0 ആക്കി ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് എലമെൻറ്റ് ഓൾറെഡി ഉണ്ടെങ്കിൽ എഫിൻ്റെ വാല്യൂ 1 ആക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എയ്തർ ഇറ്റ് ക്യാൻ ടേക്ക് വാല്യൂ 0 ഓർ ഇറ്റ് ക്യാൻ ടേക്ക് ദ വാല്യൂ 1. അപ്പോൾ നമ്മൾ ഇത് റിട്ടേൺ ചെയ്യുമ്പോൾ 0 ഓർ 1 ആയിരിക്കും നമ്മളുടെ മെയിൻ ഫംഗ്ഷനിലോട്ട് പോകുന്നത്. നമ്മൾ ഈ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ ഇവിടെ ഫ്ലാഗിലാണ് സ്റ്റോർ ചെയ്യുന്നത്. ഫ്ലാഗ് ഈക്വൽ ടു ആണ് ഡ്യൂപ്ലിക്കേറ്റ് ഓഫ് സെറ്റ് എൽ എൻ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഫ്ലാഗ് വാല്യൂ നമ്മൾ സെറ്റ് ചെയ്യും. ഫ്ലാഗ് വാല്യൂ 0 ആണെങ്കിൽ അതിൽ ഡ്യൂപ്ലിക്കേറ്റ് എലമെൻറ്റ്സ് ഒന്നും ഇല്ല എന്നാണ് മീനിങ്. ഈ ഫ്ലാഗ് ഈക്വൽ ടു 0 ദർ ഇസ് നോ ഡ്യൂപ്ലിക്കേറ്റ് എലമെൻറ്റ്. സോ നമ്മൾ സെറ്റ് ഓഫ് ഐയിൽ ഈ എന്നിനെ സ്റ്റോർ ചെയ്ത് വെക്കാം. ഈ ഫ്ലാഗ് ഈക്വൽ ടു 0, സെറ്റ് ഓഫ് ഐ ഈക്വൽ ടു 1. അങ്ങനെ അല്ലാത്ത കേസിൽ നമുക്ക് അകത്ത് കയറ്റാൻ പറ്റത്തില്ല. അപ്പോൾ ഐ വാല്യൂ ഒന്ന് ഡിക്രിമെൻറ്റ് ചെയ്ത് കൊടുക്കണം. ബിക്കോസ് ഫോർ ലൂപ്പിൽ നമ്മൾ ഐ വാല്യൂ 1 വെച്ച് ഇൻക്രിമെൻറ്റ് ചെയ്തുകൊണ്ടാണ് പോകുന്നത്. ഇൻക്രിമെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആ പൊസിഷനിൽ എലമെൻറ്റ് ഇൻസേർട്ട് ചെയ്യണം. ഓൾറെഡി എലമെൻറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ ഇൻസേർട്ട് ചെയ്യത്തില്ല. അപ്പോൾ അവിടെ ചെയ്ത ഇൻക്രിമെൻറ്റ് വേസ്റ്റ് ആവും. അതുകൊണ്ട് ഐ വാല്യൂ ഒന്ന് ഡിക്രിമെൻറ്റ് ചെയ്ത് കൊടുക്കണം. എൽസ് കേസിൽ ഐ മൈനസ്. അത് കഴിഞ്ഞിട്ട് യൂണിവേഴ്സൽ സെറ്റ് പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഫുൾ ഇപ്പോൾ നമ്മൾ ചെയ്തത് യൂണിവേഴ്സൽ സെറ്റ് ഇൻപുട്ട് എടുത്തത് മാത്രമാണ്. ഇനി ആ ഒരു യൂണിവേഴ്സൽ സെറ്റ് പ്രിൻ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പ്രിൻ്റ് ഓഫ് യൂണിവേഴ്സൽ സെറ്റേഴ്സ് ഇങ്ങനെ പറഞ്ഞിട്ട് ഫോർ ലൂപ്പ് വെച്ചിട്ടാണ് ഇത് പ്രിൻ്റ് ചെയ്യണം. ബിക്കോസ് ഇറ്റ്സ് an array. ഫോർ ഐ ഈക്വൽ ടു 0, ഐ ലെസ് ദൻ എൽ, ഐ പ്ലസ് പ്ലസ്, പ്രിൻ്റ് ഓഫ് %d, സെറ്റ് ഓഫ് ഐ. സെറ്റ് ഓഫ് ഐ നമ്മളിവിടെ പ്രിൻ്റ് ചെയ്യുന്നു. അപ്പോൾ യൂണിവേഴ്സൽ സെറ്റ് നമുക്ക് പ്രിൻ്റായി കിട്ടും. ഇനിയാണ് ബിറ്റ് സ്ട്രിങ്സ് വരുന്നത്. ബിറ്റ് സ്ട്രിങ്സ് നമ്മൾ ഇൻറ്റീജറായിട്ട് എടുക്കത്തില്ല. അതൊരു ക്യാരക്ടറായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ക്യാരക്ടർ അറേ ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ക്യാരക്ടർ ബിറ്റ് സ്ട്രിങ് 1 ഓഫ് സൈസ് L ആയിരിക്കും. ഈ ബിറ്റ് സ്ട്രിങ്ങിന് യൂണിവേഴ്സൽ സെറ്റിന് എല്ലാ സൈസ് സെയിം ആയിരിക്കും. അപ്പോൾ L തന്നെ കൊടുക്കാം. യൂണിവേഴ്സൽ സെറ്റിന് സൈസ് തന്നെ കൊടുക്കാം. അപ്പോൾ ബിറ്റ് സ്ട്രിങ് 1 ഓഫ് L, ബിറ്റ് സ്ട്രിങ് 2 ഓഫ് L, 2 ബിറ്റ് സ്ട്രിങ് നമ്മളിവിടെ ഡിക്ലെയർ ചെയ്തു. ഇനി ആ ബിറ്റ് സ്ട്രിങ്ങിനുള്ള എലമെൻറ്റ്സ് നമ്മൾ ഇൻപുട്ട് എടുക്കണം. അപ്പോൾ പ്രിൻ്റ് ഓഫ് എൻ്റെ ഫസ്റ്റ് ബിറ്റ് സ്ട്രിങ് സ്കാൻ ഓഫ് %s, ബിറ്റ് സ്ട്രിങ് ഓഫ് 1. ഇത് നമ്മൾ ക്യാരക്ടറായിട്ടാണ് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇൻപുട്ട് എടുക്കുമ്പോൾ സ്കാൻ ഓഫിൽ %s യൂസ് ചെയ്യണം. %s യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ആംപ്രസൻറ്റ് യൂസ് ചെയ്യത്തില്ല. ഇപ്പോൾ സ്കാൻ ഓഫ് %s, ബിറ്റ് സ്ട്രിങ് ഓഫ് 1. അപ്പോൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് ഒരു ഫുൾ ബിറ്റ് സ്ട്രിങ് ഒറ്റ സ്റ്റെപ്പിൽ തന്നെ നമുക്ക് ഇൻപുട്ട് എടുക്കാൻ പറ്റും. ദെൻ അടുത്ത സ്റ്റേറ്റ്മെൻറ്റിൽ പ്രിൻ്റ് ഓഫ് എൻ്റർ ദ സെക്കൻഡ് ബിറ്റ് സ്ട്രിങ്ങിന് കൊടുത്തിട്ടുണ്ട്. സ്കാൻ ഓഫ് %s, ബിറ്റ് സ്ട്രിങ് 2. ഒക്കെ ഇത്രയേ ഉള്ളൂ. 2 സെറ്റ് ഇൻപുട്ടായി. ഇനി അതിന് ചുമ്മാ ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് നമ്മൾ അതിനെ പ്രിൻ്റ് ചെയ്യിപ്പിക്കുന്നു. പ്രിൻ്റ് ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രിൻ്റ് ചെയ്യാം. പ്രിൻ്റ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് ആയിരിക്കും. പ്രിൻ്റ് ഓഫ് സെറ്റ് 1 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. സെറ്റ് 1 എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് ഫോർ ഐ ഈക്വൽ ടു 0, ഐ ലെസ് ദാൻ n, ഐ പ്ലസ് പ്ലസ്, ഇഫ് ബിറ്റ് സ്ട്രിങ് 1 ഓഫ് ഐ ഈക്വൽ ടു 1. നമ്മളിവിടെ പ്രിൻ്റ് ചെയ്യുന്നത് ആ ബിറ്റ് സ്ട്രിങ്ങിനെ അല്ല. നമ്മളൊരു ബിറ്റ് സ്ട്രിങ് ഇൻപുട്ട് എടുത്തു. ഇനി ബിറ്റ് സ്ട്രിങ് എടുത്തിട്ട് ആ ബിറ്റ് സ്ട്രിങ്ങിൻ്റെ സെറ്റ് റെപ്രസെൻറ്റേഷൻ എങ്ങനെയായിരിക്കും അതെയാണ് നമ്മളിവിടെ പ്രിൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ബിറ്റ് സ്ട്രിങ് ഓഫ് ഐ 1 ആണെങ്കിൽ ഇത് ക്യാരക്ടറാണ്. അതുകൊണ്ട് നമ്മൾ ഈ കോഡ്സ് വെച്ചിട്ട് ചെക്ക് ചെയ്യും. നമ്മളവിടെ പ്രിൻ്റ് ചെയ്യുന്നത് സെറ്റ് ഓഫ് ഐയിലുള്ള എലമെൻറ്റാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എനിക്ക് യൂണിവേഴ്സൽ സെറ്റിൽ 1, 2, 3, 4 and 5 ഉണ്ട്. പിന്നെ എൻ്റെ ബിറ്റ് സ്ട്രിങ്ങിൽ 0, 1, 1, 0, 1 ഇങ്ങനെയാണ് ഉള്ളത്. അപ്പോൾ ആദ്യം ബിറ്റ് സ്ട്രിങ് ഓഫ് ഐ ഈക്വൽ ടു 1 ആണെന്ന് നോക്കും. ഫോർ ലൂപ്പാണ്. അപ്പോൾ ഐ വാല്യൂ ആദ്യം 0 ആയിരിക്കും. ഐ വാല്യൂ 0 ആണ്. പിന്നെ ബിറ്റ് സ്ട്രിങ് ഓഫ് ഐ ഈക്വൽ ടു 1 ആണെന്ന് നോക്കും. ബിറ്റ് സ്ട്രിങ് ഓഫ് ഐ മീൻസ് ബിറ്റ് സ്ട്രിങ് ഓഫ് 0 ഇപ്പോൾ ഈ 0 ആണ്, അത് 1 അല്ല.
1 ആണെങ്കിലാണ് ഈ ഇഫിൻ്റെ അകത്തുള്ള ബ്ലോക്ക് എക്സിക്യൂട്ട് ആവുന്നത്. അപ്പോൾ ഈ ഇഫ് ബ്ലോക്കിൻ്റെ അകത്ത് പോകത്തില്ല. ഐ വാല്യൂ ഇൻക്രിമെൻ്റ് ആവും. ഐ വാല്യൂ ഇപ്പോൾ 2 ആവും. പിന്നെ ബിറ്റ് സ്ട്രിങ് ഓഫ് 2 ഐ വാല്യൂ 1 ആവും. ബിറ്റ് സ്ട്രിങ് ഓഫ് 1 എലമെൻറ്റ് 1 ആണ്. ഈ കണ്ടീഷൻ ട്രൂ ആണ്. ഇഫ് ബ്ലോക്ക് ട്രൂ ആണ്. അപ്പോൾ അതിൻ്റെ അകത്ത് പോവും. അതിൻ്റെ അകത്ത് നമ്മൾ സെറ്റ് ഓഫ് ഐയിലുള്ള എലമെൻ്റ് ആണ് പ്രിൻറ്റ് ചെയ്യുന്നത്. ഐ വാല്യൂ 1 ആണ്. ഇതാണ് നമ്മളുടെ സെറ്റിൽ ഫസ്റ്റ് പൊസിഷനിലുള്ളത് 2 ആണ്. അപ്പോൾ നമ്മൾ 2 പ്രിൻറ്റ് ചെയ്യുന്നു. എഗെയിൻ ഐ വാല്യൂ ഇൻക്രിമെൻ്റ് ആവും. ഐ വാല്യൂ 2 ആവും. ഈ ബിറ്റ് സ്ട്രിങ്ങിൽ സെക്കൻഡ് എലമെൻറ്റ് 1 ആണ്. കണ്ടീഷൻ ട്രൂ. അപ്പോൾ സെറ്റിലുള്ള ഇൻഡെക്സ് പൊസിഷൻ 2 എലമെൻറ്റ് നമ്മൾ പ്രിൻറ്റ് ചെയ്യും. അപ്പോൾ ഇതിൽ 3 ആണ്. 3 പ്രിൻറ്റ് ചെയ്തു. ദെൻ എഗെയിൻ ചെക്ക് ചെയ്യുന്നു. ഐ വാല്യൂ 1 ഇൻക്രിമെൻ്റ് ആവും. ഐ വാല്യൂ 3 ആണ്. ഈ ബിറ്റ് സ്ട്രിങ്ങിൽ തേർഡ് പൊസിഷനിലുള്ളത് 0 ആണ്. സോ ഇഫ് ബ്ലോക്കിൻ്റെ അകത്ത് പോകത്തില്ല. അടുത്ത ഐ വാല്യൂ 4 ആവും. ഐ വാല്യൂ 4 ആകുമ്പോൾ ബിറ്റ് സ്ട്രിങ്ങിൽ ആ ഒരു പൊസിഷനിലുള്ള എലമെൻറ്റ് 1 ആണ്. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള യൂണിവേഴ്സൽ സെറ്റിൽ ഫോർത്ത് പൊസിഷനിൽ ഏതാണോ ഉള്ളത് അത് പ്രിൻറ്റ് ചെയ്യും. 0 1 2 3 4 ഫോർത്ത് പൊസിഷനിൽ 5 ആണുള്ളത്. അപ്പോൾ 5 പ്രിൻറ്റ് ചെയ്യും. അപ്പോൾ ഇതായിരിക്കും ഫസ്റ്റ് ബിറ്റ് സ്ട്രിങ്ങിൻ്റെ കറസ്പോണ്ടിങ് സെറ്റ്. അപ്പോൾ ഈ ഫോർ ലൂപ്പ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയായിരിക്കും നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. ഇതേപോലെ സെക്കൻഡ് സെറ്റ് ഇവിടെ പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിൽ ഡയറക്റ്റ് ഇങ്ങനെ പാസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പെർഫോം ഓപ്പറേഷൻ ഓഫ് ബിറ്റ് സ്ട്രിങ് 1, ബിറ്റ് സ്ട്രിങ് 2, സെറ്റ്, പിന്നെ ഒരു ക്യാരക്ടർ യും കൂടി പാസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ കൊടുക്കണമെന്നില്ല. ഇത് ഡയറക്റ്റായിട്ട് കൊടുത്തതാണ്. നിങ്ങൾക്ക് ഇപ്പോൾ യൂസർ ഇൻപുട്ടൊക്കെ വേണമെങ്കിൽ മെനു ഒക്കെ ഡിസ്പ്ലേ ചെയ്യാം. ലൈക്ക് നമ്മൾ ലിങ്ക്ഡ് ലിസ്റ്റിലൊക്കെ മെനു ഡിസ്പ്ലേ ചെയ്യില്ലേ, 1 ഡോട്ട് ഇൻസേർഷൻ വൈ ലൂപ്പ് കൊടുത്തിട്ട് അതിനകത്ത് 1 ഡോട്ട് ഇൻസേർഷൻ 2 ഡോട്ട് ഡിസ്പ്ലേ 3 ഡോട്ട് ഡെലീഷൻ 4 ഡോട്ട് എക്സിറ്റ് അതേപോലെ കൊടുക്കാം. ഇതിൽ 1 ഡോട്ട് യൂണിയൻ 2 ഡോട്ട് ഇൻ്റർസെക്ഷൻ 3 ഡോട്ട് ഡിഫറൻസ് 4 ഡോട്ട് എക്സിറ്റ് അങ്ങനെ കൊടുത്ത് ഒരു വാല്യൂ ഇൻപുട്ട് ചെയ്തിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാം. ഞാൻ ഇവിടെ അതൊന്നും ചെയ്യാതെ ഡയറക്റ്റാണ് കൊടുത്തേക്കുന്നത്. ഈസി അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട് ഡയറക്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ യൂണിയൻ ആണെങ്കിൽ ഒരു ക്യാരക്ടർ യു പാസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇൻ്റർസെക്ഷൻ ആണെങ്കിൽ ഒരു ക്യാരക്ടർ ഐ പാസ് ചെയ്യുന്നുണ്ട്. ഡിഫറൻസ് ആണെങ്കിൽ ഡി പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെയാണ് ഞാൻ പെർഫോം ഓപ്പറേഷൻ ആ ഒരു ഫംഗ്ഷനാണ് വിളിക്കുന്നത്. ആ ഫംഗ്ഷനിൽ എൻ്റെ ഫസ്റ്റ് ബിറ്റ് സ്ട്രിങ്ങും സെക്കൻഡ് ബിറ്റ് സ്ട്രിങ് പിന്നെ യൂണിവേഴ്സൽ സെറ്റ് പിന്നെ അതിൻ്റെ കൂടെ ഒരു ക്യാരക്ടറും കൂടി പാസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് പാസ് ചെയ്യുമ്പോൾ നേരെ കൺട്രോൾ പോകുന്നത് ഈ ഫംഗ്ഷനിലോട്ടായിരിക്കും. പെർഫോം ഓപ്പറേഷൻ എന്ന ഫംഗ്ഷൻ അതിവിടെയാണുള്ളത്. ഇതാണ് പെർഫോം ഓപ്പറേഷൻ ഫംഗ്ഷൻ. അപ്പോൾ ഇതിൽ ഞാൻ പാസ് ചെയ്യുന്ന പാരാമീറ്റേഴ്സ് എല്ലാം ഇൻപുട്ട് എടുക്കുന്നുണ്ട്. ബിറ്റ് സ്ട്രിങ് രണ്ടും ക്യാറാണ്. അപ്പോൾ ക്യാർ ബിറ്റ് സ്ട്രിങ് 1 ഓഫ്, ക്യാർ ബിറ്റ് സ്ട്രിങ് 2 ഓഫ്, പിന്നെ അത് കഴിഞ്ഞിട്ട് സെറ്റ് ഇൻറ്റീജറാണ്. അപ്പോൾ സെറ്റ് ഇൻറ്റ് ഓഫ്, ദെൻ ക്യാർ ഓപ്പറേഷൻസ്. ഓപ്പറേഷൻ ഞാൻ ഡയറക്റ്റ് ആ ഓപ്പറേഷൻ വെച്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രം ദ യൂസർ ഇൻപുട്ട് എടുത്തിട്ട് 1 2 3 അങ്ങനെ നമ്പേഴ്സും പാസ് ചെയ്യാം. നമ്പേഴ്സ് പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ ഇൻറ്റ് ആ നമ്പറിൻ്റെ പേര് അല്ലെങ്കിൽ ഓപ്പറേഷൻ എന്തെങ്കിലുമൊക്കെ കൊടുക്കാം. ദെൻ ഇതിൽ ഇഫ് കണ്ടീഷനിൽ ഇഫ് ഓപ്പറേഷൻ ഈക്വൽ ടു ഞാൻ യു ഐ ഡി അങ്ങനെയാണ് ചെക്ക് ചെയ്തേക്കുന്നത്. നിങ്ങളങ്ങനെ മെനു ആയിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ ഓപ്പറേഷൻ ഈക്വൽ ടു 1 2 3 അങ്ങനെയൊക്കെ കൊടുത്തിട്ട് ചെയ്യാം. ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ യു. നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ, നിങ്ങൾക്ക് ഏതാണോ ഈസി അത് വെച്ചിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഈ ഫംഗ്ഷനിൽ ഇറ്ററേഷന് ഞാൻ ഐ ഡിക്ലെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ലെങ്ത്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്. ലെങ്ത്ത് ഞാൻ ഇവിടെ നിന്ന് പാസ് ചെയ്യുന്നില്ല. സോ ഇവിടെ കണ്ടുപിടിച്ചു. ബിറ്റ് സ്ട്രിങ്ങിൻ്റെ ലെങ്ത്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് strlen ഫംഗ്ഷൻ വെച്ചിട്ടാണ് കണ്ടുപിടിച്ചേക്കുന്നത്. ആൻഡ് ഇതിൽ സ്ട്രിങ് ഡോട്ട് വെച്ച് യൂസ് ചെയ്യണം. നിങ്ങൾ ക്യാരക്ടർ സ്ട്രിങ് ഇതൊക്കെ എവിടെയെങ്കിലും യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൽ മസ്റ്റായിട്ട് സ്ട്രിങ് ഡോട്ട് വെച്ച് ആ ഒരു ഹെഡർ ഫയൽ യൂസ് ചെയ്യണം. ഇനി ക്യാർ റിസൾട്ട് ഓഫ് ലെങ്ത്ത്, ഒരു റിസൾട്ട് എന്ന് പറഞ്ഞ് ഒരു പുതിയ ഒരു സെറ്റ് അല്ലെങ്കിൽ ഒരു അറേ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സൈസ് ഈ സെറ്റിൻ്റെ സൈസായിട്ട് കൊടുക്കുന്നു. അപ്പോൾ ക്യാർ റിസൾട്ട് ഓഫ് ലെങ്ത്ത്. ഇനി ചെക്ക് ചെയ്യുന്നു. ഇഫ് ഓപ്പറേഷൻ ഈക്വൽ ടു യു ആണെങ്കിൽ, ഞാൻ പാസ് ചെയ്യുന്ന ആ ഒരു ക്യാരക്ടർ യു ആണെങ്കിൽ ദ റിസൾട്ട് ഓഫ് യൂണിയൻ എസ് എന്ന് പ്രിൻ്റ് ചെയ്യിച്ചിട്ടുണ്ട്. ആൻഡ് ഓപ്പറേഷൻ ഈക്വൽ ടു ഐ ആണെങ്കിൽ റിസൾട്ട് ഓഫ് ഇൻ്റർസെക്ഷൻ എസ് എന്ന് പ്രിൻ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ആൻഡ് ഇഫ് ഓപ്പറേഷൻ ഈക്വൽ ടു ഡി പ്രിൻ്റ് ഓഫ് ദ ഡിഫറൻസസ്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ പ്രിൻ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ കണ്ടുപിടിക്കുന്ന ആ ഒരു പ്ലേസിൽ നിങ്ങൾക്ക് പ്രിൻ്റ് ചെയ്യാം. ഓക്കെ, ഇനി ഫോർ ലൂപ്പ് വെച്ചിട്ടാണ് ഓപ്പറേഷൻസ് എല്ലാം ചെയ്തിരിക്കുന്നത്. ഫോർ ഐ ഈക്വൽ ടു 0, ഐ ലെസ് ദാൻ n, ഐ പ്ലസ് പ്ലസ്. ഓപ്പറേഷൻ ഈക്വൽ ടു യു ആണെങ്കിൽ റിസൾട്ട് ഓഫ് ഐ ഈക്വൽ ടു ബിറ്റ് സ്ട്രിങ് 1 ഓഫ് ഐ. ഓക്കെ, നമ്മളിപ്പോൾ യൂണിയൻ ഓപ്പറേഷനിൽ ആക്ച്വലി എന്താണ് നടക്കുന്നതെന്ന് വെച്ചാൽ 2 ബിറ്റ് സ്ട്രിങ് പാസ് ചെയ്യും.
രണ്ടിൻ്റെയും കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ചെക്ക് ചെയ്യും. അങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു എലമെൻറ്റ് 1 ആണെങ്കിലും നമുക്ക് റിസൾട്ടിൽ 1 വരത്തുള്ളൂ. രണ്ടും 0 ആവുന്ന കേസിൽ മാത്രമാണ് നമുക്ക് 0 വരുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മളുടെ ബിറ്റ് സ്ട്രിങ് ഇപ്പോൾ 1 0 1 1 0, പിന്നെ വേറൊരെണ്ണം 0 1 0 1 0 ഇങ്ങനെയാണെന്ന് വയ്ക്കാം. ഇത് ബിറ്റ് സ്ട്രിങ് 1 ആൻഡ് ഇത് ബിറ്റ് സ്ട്രിങ് 2. ഇതിൻ്റെ യൂണിയൻ കൊടുക്കുമ്പോൾ ഈ ഫസ്റ്റ് ഈ രണ്ട് വാല്യൂസും കമ്പയർ ചെയ്യും. ഇത് 1 ആൻഡ് 0 ആണ്. ഓർ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ 1 ആൻഡ് 0 ആണ്, ഔട്ട്പുട്ട് 1 വരത്തുള്ളൂ. ദെൻ ഈ രണ്ട് വാല്യൂസ് കമ്പയർ ചെയ്യും. അത് 0 ആൻഡ് 1 ആണ്, അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് 1 ആയിരിക്കും. ദെൻ ഈ വാല്യൂസ് കമ്പയർ ചെയ്യും. അത് 1 ആൻഡ് 0 ആണ്, അപ്പോൾ 1 ആയിരിക്കും. ദെൻ ഈ വാല്യൂസ് രണ്ടും 1 ആണ്, അപ്പോൾ 1 ആയിരിക്കും. ആൻഡ് ലാസ്റ്റ് ഇത് രണ്ടും 0 ആണ്, അപ്പോൾ ഔട്ട്പുട്ട് 0 ആയിരിക്കും. ഇതാണ് യൂണിയൻ ഓപ്പറേഷനിൽ നമുക്ക് കിട്ടുന്ന കറസ്പോണ്ടിങ് ബിറ്റ് സ്ട്രിങ്. അപ്പോൾ അതാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇഫ് ഓപ്പറേഷൻ ഈക്വൽ ടു യു, റിസൾട്ടിനെ നമ്മൾ ഒരിക്കൽ സ്റ്റോർ ചെയ്യുവാണ്. ഇത് ഈ ഓപ്പറേഷന് ഒരു പേരുണ്ട്. ഇതിൻ്റെ റിസൾട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ടെർണറി ഓപ്പറേറ്റർ വെച്ചിട്ടാണ്. അപ്പോൾ ഓപ്പറേഷൻ ഈക്വൽ ടു യു ആണെങ്കിൽ ബിറ്റ് സ്ട്രിങ് 1 ഓഫ് i ഈക്വൽ ടു 1 ഓർ ബിറ്റ് സ്ട്രിങ് 2 ഓഫ് i ഈക്വൽ ടു 1. ഇതിൽ ഓറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ബിറ്റ് സ്ട്രിങ്ങിലുള്ള ith പൊസിഷനിലുള്ള എലമെൻറ്റ് 1 ആണെങ്കിലും സെക്കൻഡിലുള്ളത് 1 ആണെങ്കിൽ രണ്ടിലും ഏതെങ്കിലും 1 വന്നാൽ നമുക്ക് റിസൾട്ടിൽ 1 വരത്തുള്ളൂ. ഓക്കെ, രണ്ടിലും 0 വരുന്ന കേസിൽ മാത്രം നമുക്ക് റിസൾട്ട് ഓഫ് iയിൽ 0 സ്റ്റോർ ആവും. ഇത്രേ ഉള്ളൂ റിസൾട്ട് ഓഫ് i. നമ്മൾ പിന്നീട് പ്രിൻറ്റ് ചെയ്യും. ഇപ്പോൾ ജസ്റ്റ് റിസൾട്ട് കണ്ടുപിടിച്ച് വയ്ക്കുകയാണ്. ഇതാണ് യൂണിയൻ ഓപ്പറേഷൻ്റെ സിൻറ്റാക്സ്. നെക്സ്റ്റ് വൺ ഇൻ്റർസെക്ഷനാണ്. ഇൻ്റർസെക്ഷനിൽ രണ്ടിലും 1 വരുമ്പോൾ മാത്രമാണ് നമുക്ക് ഔട്ട്പുട്ടിൽ 1 വരുന്നത്. ഇൻ്റർസെക്ഷൻ ആൻഡ് ഓപ്പറേഷനാണ്. ആൻഡിൽ രണ്ടിലും ഹൈ ഇൻപുട്ട് ഓർ രണ്ടിലും 1 വരുമ്പോഴാണ് നമുക്ക് ഔട്ട്പുട്ടിൽ 1 വരുന്നത്. ഏതെങ്കിലും ഒരു വാല്യൂ 0 ആണെങ്കിൽ നമുക്ക് 0 വരത്തുള്ളൂ. അപ്പോൾ ഇതിൽ ചെക്ക് ചെയ്യുമ്പോൾ ഇഫ് ഓപ്പറേഷൻ ഈക്വൽ ടു i ആണെങ്കിൽ നമുക്ക് ബിറ്റ് സ്ട്രിങ് 1 ഓഫ് iയും 1 ആയിരിക്കണം ആൻഡ് ബിറ്റ് സ്ട്രിങ് 2 ഓഫ് iയും 1 ആയിരിക്കണം. എന്നാലേ നമുക്ക് ഔട്ട്പുട്ട് 1 കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ ഔട്ട്പുട്ട് 0 ആയിരിക്കും. അതാണ് എൽസ് ഇഫ് ഓപ്പറേഷൻ ഈക്വൽ ടു i, result of i equal to bit string 1 of i equal to 1 and bit string 2 of i equal to 1, question mark 1 colon 0. ഇത് ഫസ്റ്റ് ഇത് ട്രൂ ആണെങ്കിൽ ഫസ്റ്റ് ഉള്ള ഇത് 1 നമുക്ക് ഔട്ട്പുട്ടിൽ വരും. ഫോൾസ് ആണെങ്കിൽ സെക്കൻഡ് 1 നമുക്ക് ഔട്ട്പുട്ടിൽ വരും. ഇനിയുള്ളതാണ് ഡിഫറൻസ് ഓപ്പറേഷൻ. എൽസ് ഇഫ്. ഇത് നമ്മൾ ഇഫ് കണ്ടീഷൻ വെച്ചിട്ടാണ് ചെക്ക് ചെയ്യുന്നത്. ഇപ്പോൾ 1 ആണെങ്കിൽ ഇതിലുള്ള ഓപ്പറേഷൻ മാത്രമേ വർക്ക് ആവത്തുള്ളൂ. 2 ആണെങ്കിൽ 1 ആണെങ്കിൽ ഇതിലുള്ള യൂണിയൻ ഓപ്പറേഷൻ മാത്രമാണ് വർക്ക് ആവുന്നത്. 2 ആണെങ്കിൽ ഡിഫറൻസ് മാത്രമേ വർക്ക് ആവത്തുള്ളൂ. അപ്പോൾ ഞാൻ ഇതെല്ലാം ചേർത്തിട്ട് ഒറ്റ ഫോർ ലൂപ്പിൽ കൊടുത്തതേ ഉള്ളൂ, പക്ഷേ ഓപ്പറേഷൻസ് എല്ലാം സെപ്പറേറ്റ് ആയിട്ടാണ് നടക്കുന്നത്. ഇനി ഡിഫറൻസ് ആണ്. ഡിഫറൻസ് ചെയ്യുമ്പോൾ ഒരു ബിറ്റ് സ്ട്രിങ് a മൈനസ് ബി ആണെങ്കിൽ എയിൽ ഉള്ള എലമെൻറ്റ്സ് ബിയിൽ കാണാൻ പാടില്ല. എയിൽ 1 ആയിരിക്കണം, ബട്ട് ബിയിൽ അത് 0 ആയിരിക്കണം. എന്നാൽ അതിൽ ഔട്ട്പുട്ട് നമുക്ക് 1 ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ 0 ആയിട്ട് എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എൽസ് ഇഫ് ഓപ്പറേഷൻ ഈക്വൽ ടു ഡി, റിസൾട്ട് ഓഫ് i ഈക്വൽ ടു ബിറ്റ് സ്ട്രിങ് 1 ഓഫ് i ഈക്വൽ ടു 1 ആൻഡ് ബിറ്റ് സ്ട്രിങ് 2 ഓഫ് i ഈക്വൽ ടു 0. ഇത് ട്രൂ ആണെങ്കിൽ ക്വസ്റ്റ്യൻ മാർക്ക് കഴിഞ്ഞിട്ടുള്ളത് നമുക്ക് റിസൾട്ടിൽ സ്റ്റോർ ആവും. ഫോൾസ് ആണെങ്കിൽ ഈ കോളൻ കഴിഞ്ഞിട്ടുള്ളത് നമുക്ക് ഔട്ട്പുട്ടിൽ സ്റ്റോർ ആവും. ഇതാണ് ടെർണറി ഓപ്പറേറ്റർ. പിന്നെ ഇതൊന്നും അല്ല എങ്കിൽ ഇൻവാലിഡ് ഓപ്ഷൻ എന്ന് നമുക്ക് പ്രിൻ്റ് ചെയ്യിപ്പിക്കാം. ഇനി ഫോർ ലൂപ്പ് കഴിഞ്ഞു. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ റിസൾട്ട് പ്രിൻ്റ് ചെയ്യുന്നത്. ഫോർ i ഈക്വൽ ടു 0, i ലെസ് ദാൻ n, i പ്ലസ് പ്ലസ്. ഇഫ് റിസൾട്ട് ഓഫ് i 1 ആണെങ്കിൽ ഇത് നമ്മൾ റിസൾട്ട് ഞാൻ പറഞ്ഞു സ്റ്റാർട്ടിങ് തന്നെ പറഞ്ഞു, റിസൾട്ട് ബിറ്റ് സ്ട്രിങ് ആയിട്ട് പ്രിൻ്റ് ചെയ്യത്തില്ല, നമ്മൾ സെറ്റ് ഫോർമാറ്റിലാണ് പ്രിൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് റിസൾട്ടിൽ ഒരു അറേ കാണും. റിസൾട്ടിൽ നമുക്കുള്ളത് ഒരു അറേ ആണ്. അതിലുള്ള വാല്യൂസ് എല്ലാം either 0 ആയിരിക്കും അല്ലെങ്കിൽ 1 ആയിരിക്കും. ബിക്കോസ് ബിറ്റ് സ്ട്രിങ് ഫോർമാറ്റിലാണ് നമ്മൾ ഓപ്പറേഷൻസ് ചെയ്തത്. ഇതിനെ സെറ്റ് ഫോർമാറ്റിലോട്ട് കൊണ്ടുവരണം. അപ്പോൾ ഫോർ ലൂപ്പ് ഫസ്റ്റ് യൂസ് ചെയ്യുന്നു. ആൻഡ് ആ ഫോർ ലൂപ്പിൽ ഇപ്പോൾ i 0 ആണെങ്കിൽ ഈ അറേയിൽ 0th പൊസിഷനിലുള്ളത് 1 ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെറ്റിലുള്ള 0th പൊസിഷനിലുള്ള എലമെൻറ്റ് നമുക്ക് പ്രിൻ്റ് ആവും. ഇപ്പോൾ അത് 0 ആണെങ്കിൽ പ്രിൻ്റ് ആവത്തില്ല. 2 3 5 7. ഇപ്പോൾ എനിക്ക് കിട്ടിയ റിസൾട്ട് 1 0 1 1 ആണെന്ന് വെക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം i വാല്യൂ 0 ആയിരിക്കും. 0 ആകുമ്പോൾ നമ്മൾ ഈ റിസൾട്ടിൻ്റെ 0th പൊസിഷനിലുള്ളത് ചെക്ക് ചെയ്യുന്നു 1 ആണോ എന്ന്. ഇത് 1 ആണ്. അപ്പോൾ ഈ സെറ്റിൽ 0th പൊസിഷനിലുള്ള എലമെൻറ്റ് നമുക്ക് പ്രിൻ്റ് ആവും. ഇത് 2 ആണ്, അപ്പോൾ 2 പ്രിൻ്റ് ആവും. ഓക്കെ, അടുത്ത i വാല്യൂ ഇൻക്രീസ് ആവും. i വാല്യൂ ഇപ്പോൾ 1 ആവും. ഇൻഡെക്സ് ഫസ്റ്റിലുള്ളത് ഇത് 0 ആണ്. സോ
ഇത് പ്രിൻ്റ് ആവത്തില്ല. അടുത്ത ഐ വാല്യൂ ഇൻക്രീസ് ആവും, ഐ വാല്യൂ 2 ആവും. ഐ വാല്യൂ 2 ഈ ഇൻഡെക്സിലുള്ളത് വാല്യൂ 1 ആണ്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെക്കൻഡ് ഇൻഡെക്സിലുള്ള സെറ്റിലുള്ള എലമെൻറ്റ് പ്രിൻ്റ് ആവും. 0 1 2 ഇതിൽ 5 ആണ് സെക്കൻഡ് പൊസിഷൻ, അപ്പോൾ 5 പ്രിൻ്റ് ആവും. അത് കഴിഞ്ഞിട്ട് ഐ വാല്യൂ ഇൻക്രീസ് ആയി 3 ആവും, ഐ വാല്യൂ 3 ആയി. തേർഡ് പൊസിഷനിൽ ഈ ബിറ്റ് സ്ട്രിങ് ഇൻഡെക്സിൽ തേർഡ് പൊസിഷനിലുള്ള വാല്യൂ 1 ആണ്. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെറ്റ് എലമെൻറ്റ്, ആ പൊസിഷനിലുള്ള സെറ്റ് എലമെൻറ്റ് ഏതാണോ അത് പ്രിൻ്റ് ആവും. അപ്പോൾ ഈ ഒരു ബിറ്റ് സ്ട്രിങ് ആണ് റിസൾട്ടിൽ കിട്ടുന്നതെങ്കിൽ നമ്മളുടെ ഔട്ട്പുട്ട് അങ്ങനെയായിരിക്കും. സോറി, ഇത് പോയി, അതുകൊണ്ട് കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സെറ്റ് ഓപ്പറേഷൻസ് എല്ലാം പെർഫോം ചെയ്യുന്നത്. ഇത് വൺ ഓഫ് ദി ഈസിയസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് സ്റ്റാർട്ടിങ് ഒന്ന് മനസ്സിലാക്കിയെടുക്കാൻ കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും. ബട്ട് വൺസ് നമ്മൾ കംപ്ലീറ്റ് നമ്മളുടെ ലോജിക്ക് വെച്ച് എല്ലാം ഈ കോഡൊക്കെ നോക്കുമ്പോൾ നമുക്ക് എല്ലാം മനസ്സിലാവും. ഈ കോഡിൻ്റെ ഗിറ്റബ് ലിങ്ക് ഞാൻ കമൻറ്റ് സെക്ഷൻ ആൻഡ് ഡിസ്ക്രിപ്ഷനിൽ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ റെഫർ ചെയ്യാം. ആൻഡ് താങ്ക് യു.